Assalamualaikum. Welcome to Zahrabanu Cooking and Tips. ഇന്ന് നമുക്ക് ഒരു prawn roastന്റെ റെസിപ്പി തയ്യാറാക്കുന്നൊന്ന് നോക്കാം. ഇത് വളരെ സിമ്പിൾ ആണ്, ടേസ്റ്റി ആയിട്ട് വളരെ അധികം ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് അതുപോലെ സോസുകളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനി മാർക്കറ്റിൽ നിന്നും ഫ്രഷ് ആയിട്ട് നമ്മൾ ചെമ്മീൻ എങ്ങനെ വാങ്ങാമെന്നുള്ളൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. മറ്റൊന്നുമല്ല, ചെമ്മീൻ വാങ്ങുമ്പോൾ അതിന്റെ പുറമേയുള്ള തൊലി അത് അല്ലെങ്കിൽ ഷെല്ല് അത് ഹാർഡാണെങ്കിൽ അത് ഫ്രഷ് ആണ്. ഇനി റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ നല്ല കുറച്ച് വലുപ്പമുള്ള ചെമ്മീനാണ്. നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2.5 ടേബിൾ സ്പൂൺ സാദാ ചില്ലി പൗഡർ. ഇത് മാരിനേറ്റ് ചെയ്യാനാണ്. 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഒരു അരമണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ ഉത്തമമാണ്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റ് വിനിഗർ, അത് 1 ടേബിൾ സ്പൂൺ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കി വെക്കാം. അപ്പോൾ ഇത് പ്രോൺസ് ആകുമ്പോൾ അതിൽ കൂടുതൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മളിത് കഴുകി വെച്ചതിന് ശേഷം ഒരു ടവലെടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്താൽ അത് വെള്ളം ഇങ്ങനെ വെള്ളം ആയിക്കൊണ്ട് ഇരിക്കുകയില്ല. ഇതാണ് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാരിനേറ്റിന് റെഡിയാക്കിയിട്ടുള്ള. ഇനി ഒരു പാൻ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കാരണം ചെമ്മീനിന് കൂടുതൽ ടൈമൊന്നും വേണ്ട കുക്കാവാൻ. അപ്പോൾ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് മറിച്ചിട്ടു. ഇനി ഇത് മാറ്റി വെക്കുക. ഇനി റോസ്റ്റിലേക്ക് ആവശ്യമുള്ളത് ഇതുപോലൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കടുക് പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഒരു 4 ടേബിൾ സ്പൂൺ, ഇഞ്ചി 4 ടേബിൾ സ്പൂൺ ഇതിലിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയെടുക്കുമ്പോൾ അതിന്റെ പച്ച ചോയ ഒന്ന് മാറിക്കിട്ടണം. അതിനുശേഷം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഒരു 25 എണ്ണെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ സവാള അല്ല യൂസ് ചെയ്യേണ്ടത്, ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കണം. സവാള ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മധുരം വരും. പിന്നെ അതിലേക്ക് 2 ടൊമാറ്റോ യൂസ് ചെയ്യാം. അപ്പോൾ സവാളയുടെ കാര്യം പറഞ്ഞു. സവാള ഉപയോഗിക്കുമ്പോൾ ഒരു സ്വീറ്റ് ടേസ്റ്റാണ് വരിക അതിന്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാം. ചെറിയ ഉള്ളി ഉപയോഗിക്കുമ്പോൾ നമുക്കത് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്കും നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ റെഡ് ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. റെഡ് ചില്ലി പൗഡറാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. കാരണം കളർ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ റെഡ് ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. ഉണ്ട് ഇത് കുക്കായിട്ടുണ്ട്. തക്കാളിയും അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ നല്ല പോലെ അരിഞ്ഞു പോയിട്ടുണ്ട് ഇതിൽ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇത് ഒന്ന് മൂടി വെക്കുക. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുള്ള റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോകരുത്. എൻ്റെ ചെമ്മീൻ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 മിനിറ്റ് 2 മിനിറ്റ് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുള്ള റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോകരുത്. എൻ്റെ ചെമ്മീൻ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്.
ഉണ്ടോ ഇതാണ്. അപ്പോൾ നമ്മൾ ആ കളറൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ചെമ്മീനിൽ ആ റെഡ് കളറ്, കശ്മീർ ചില്ലിയുടെ റെഡ് കളറൊക്കെ നല്ല പോലെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇതാണ് റെസിപ്പി. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നമുക്ക് ചപ്പാത്തികൾക്കും അതുപോലെ മീൽസിലേക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. താങ്ക് യു.